എന്തൊരു ആ ഹലോ ഗൈസ്, ഹലോ 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 എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇതുവരെ ഇതിൽ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടില്ല, പക്ഷേ ഇനി അങ്ങോട്ട് വീഡിയോ സംസാരിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഗെയിമിൽ കയറിയപ്പോൾ നേരെ തന്നെ ഒരു ആപ്പിൾ വന്നുകൊണ്ടിരിക്കുന്നു. മ്യൂസിക് വേണ്ട. ശരിയാണല്ലോ, അവൻ പൊങ്ങുന്നുണ്ടല്ലോ. ആന്ന് ഷടാ, എൻ്റെ കാലെവിടെ? എന്തായാലും ആവട്ടെ, എന്തായാലും ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറയുന്നുണ്ട്. ഓ ആപ്പിള് മാറിയാട്ടാ. ഓരോ അവിടെ എത്തിക്കഴിഞ്ഞാ ഇതിങ്ങനെ തിന്നോണ്ടിരിക്കണം എന്ന് തോന്നുന്നു കേട്ടാ. എന്തൊരു കാലിത്. ഉയ്യോ, അതാരി? ഈ ടവർ മൊത്തം കയറണം. നമ്മൾ തിന്ന് ഹൈറ്റ് വെച്ച് ഈ ടവർ ഫുൾ എത്തിക്കണം. ഞാനിത്ര ഹൈറ്റൊക്കെ ആയാ? ഷോ, യു ആർ ഗെറ്റിംഗ് ടയേർഡ്. കിടക്കുന്നു. യോ എന്താ? അത് പൈസക്കാർക്കുള്ളതാണേ. ഇവിടെ കയറണം. അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ ഫോൾ അടിക്കണം. ഓക്കെ, ഇതിലുണ്ട് പെറ്റിനെ ഹാച്ച് ചെയ്ത് നമുക്ക് 1.9x മൾട്ടിപ്ലയർ കിട്ടും ഈ പെറ്റിനെ വെച്ച് കഴിഞ്ഞാൽ. അത് വേണം. പുതിയ വല്ല ഫ്രൂട്ട് കിട്ടുമോ നോക്കട്ടെ. പോമഗ്രനേഡ് കാശുണ്ടോ? $24 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും തിന്നുമ്പോൾ കാശ് കിട്ടുന്നുണ്ടല്ലേ. ഫോൾ ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാശ് കയ്യിൽ കയറും. സ്റ്റാമിന കൂട്ടണം. ഈ സ്റ്റാമിന കൂട്ടിയാലേ ഹൈറ്റ് കൂടാൻ പറ്റൂ. ഇത് നമുക്ക് എവിടെ വരെ എത്തിക്കാൻ പറ്റും? നമുക്ക് ഈ കാണുന്ന ടവർ വരെ എത്തിക്കാം. ഇത് ഇവിടെ 10 ട്രോഫിയുടെ ടവർ എത്തിച്ചിരിക്കും നമ്മളിന്ന്. ഒറ്റ മൈൻഡ് ആണ് ഞാൻ തോന്നുന്നു കേട്ടോ ഹൈറ്റ് വെക്കുന്നത്. ഇത്ര ഹൈറ്റ് വെക്കൂ ഇതും കൊണ്ടിട്ട്. ഫോൾ ഡൗൺ അടിച്ചാലാണ് ട്രോഫി കിട്ടുള്ളൂ. ആണെങ്കിൽ ഓക്കെ, വീണ്ടും തിന്നണം. സ്പീഡ് കൂടിയൊന്നൊരു ഡൗട്ട്. നമ്മളെ ടാർഗറ്റ് $135. അയ്യോ, ഈ അമർത്തി കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും അവൻ തകരും കേട്ടാ. നമുക്ക് പെറ്റിനെ വാങ്ങിക്കാം. പെറ്റാണ് മെയിൻ. പെറ്റിന് നമ്മൾ ഫസ്റ്റ് തന്നെ 3 മിനിമം വാങ്ങിക്കണം. അതിപ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും. അപ്പോൾ നമുക്ക് അത്രയും മൾട്ടിപ്ലെയർ കിട്ടും, കാശും കൂടുതൽ കിട്ടും. അവിടെ പോയിട്ട് ഒരു ട്രോഫിയും കൊടുത്ത് തന്നിട്ട് ഒരു പെറ്റിനും കൂടെ അങ്ങ് എടുക്കാം. ഡെയിലി റിവാർഡ് റെഡി ചെയ്യുന്നു. ഇവിടെ തന്നെ പോകാൻ പറ്റില്ല കേട്ടാ. ഹൈറ്റ് കുറവായാലും പോകാൻ പറ്റിയിരിക്കുന്നില്ല ഇപ്പോൾ. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഫോൾ അടിച്ചിട്ട് കയറണം. 135 ആയല്ലോ. എത്തായല്ലോ. എവിടെ പൊമ്മഗ്രനേഡ് താടാ. ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമോ? ചില്ലാണ് കേട്ടാ, പറ്റില്ലേ. ഇപ്പൊ പടപടയെന്നാണ് ടൈറ്റ് കയറുന്നുണ്ട്. ഈ ഗെയിമിന്റെ പേരെന്താണ്? അതെനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കിയില്ല ശരിക്കും. അപ്പോൾ ഒന്നുമില്ല. ഹൈറ്റ് വളട്ടെ വേറില്ലാന്ന് തോന്നുന്നു കേട്ടാ. അവനും ധരിച്ച്. അപ്പോൾ ഒരെണ്ണം കൊണ്ടൊന്നും കാര്യമില്ല. എഗ് എവിടെ? ഹാച്ച് പൊട്ട്. അയ്യേ, കൊള്ളൂല. ചെറുത് അത് കൊള്ളാം. നേരത്തെ കിട്ടിയ തന്നെ വീണ്ടും കിട്ടി. പെറ്റ് നമ്മളിവിടെ എക്യൂബ് ബെസ്റ്റ് കൊടുക്കണം. എക്യൂബ് ബെസ്റ്റ് ആണ് ഓൾറെഡി. ഓട്ടോമാറ്റിക് ആണെന്ന് തോന്നുന്നു. ഓടിക്കോ. അടുത്ത് നമുക്ക് 10 മുട്ടറെ ഇതെടുക്കണം. റീബർത്ത് ഉണ്ടോ ഇതില്? റീബർത്ത് ഇല്ലാന്ന് തോന്നുന്നു കേട്ടാ. കാശ് കയറുന്നുണ്ടാ. 110 ഒറ്റ ആയിട്ടില്ല. നേരത്തെ 30 കയറിയിരുന്നത്. ഇപ്പൊ 131 വെച്ച് കയറുന്നുണ്ട്. അണഞ്ഞ് സ്റ്റാമിന അണഞ്ഞ്. അടുത്ത ഫ്രൂട്ടിന് വില നോക്കിയില്ലല്ലോ. ഹൗ മച്ച്? 337. അതിപ്പോ ആവുമല്ലോ. ഈ
ഫോൾ ആവണേൽ അതങ്ങ് തീരും. 3 സംതിങ് ആയിരുന്നു. ആയി കാണും. അങ്ങ് അടിച്ചാലോ? അല്ലാണ്ട പോഷൻസ് ഒന്നുമില്ല. അതിൻ്റെ അകത്തോട്ടൊന്നും കയറാൻ പറ്റില്ല. ആയി. എവിടെ പുതിയ ഫ്രൂട്ട് ഏതായിരുന്നു? ഗ്രേപ്സാ. പർപ്പിൾ ഗ്രേപ്സ് 337. 2 വെച്ച് കയറും. ഇതിന് 1 ആയിരുന്നു. ഇതിന് 0 ആയിരുന്നു. ഇതിനുണ്ടോ വ്യത്യാസം? 2. അടുത്തതിന് 810 4 വെച്ച് കയറും. അയ്യോ തന്നെ കട്ടി വലിയ മുന്തിരിയാണല്ലേ. മൂന്നാമത്തെ നില വരെ നമ്മൾ ഈ വീഡിയോയിൽ എത്തിക്കും. ബാക്കി നിലകൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറ. അതിലും കാണുമെന്ന് ആർക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 വരും. ഇട്ടിരുന്നുണ്ട് കേട്ടാ. അയ്യോ അത്ര കുറച്ചുകൂടെ കുറച്ചുകൂടെ പറ്റും. അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മളങ്ങ് ക്ലെയിം അടിക്കണം ഫസ്റ്റ് തന്നെ. 1 2 പോയി നമ്മളങ്ങ് യൂസ് ചെയ്യും. കോയിൻ പോഷൻ അതിപ്പോൾ വേണ്ട. കാശുണ്ടോ? ഇല്ല. 800 സംതിങ് വേണ്ടേ? തോന്നോ മുട്ട വാങ്ങണ? മുട്ട വേണ്ട. മുട്ട 10 മുട്ട വാങ്ങിക്കാം. 10 മുട്ടക്ക് ഇത് കൂടും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോയിൻ കൂടുതൽ കിട്ടും. ഉപയോഗിക്കാൻ അങ്ങോട്ട് നമുക്കിപ്പോൾ എന്തിനാ എടുത്ത് വെച്ചിട്ട് വേണ്ടി. അതെ 9 വെച്ച് കയറുന്നു കേട്ടാ. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പുതിയ ഫ്രൂട്ട് വാങ്ങിക്കുമല്ലോ. ന്യൂ ഫ്രൂട്ട്. കൊച്ചിനെ എടുത്തിനെക്കാട്ടി വലിപ്പുണ്ടല്ലേ മുന്തിരിക്കൊലക്ക്. ആരും പറയും ഒരു മുന്തിരിക്കൊലയാണത് എന്നുള്ളത്. അല്ല തിന്നണ്ട. പുതിയത് 4 വെച്ച് കയറുമല്ലോ ഇനി. 19 വെച്ച് കയറുന്നു. ഏതാ ഇപ്പൊ തന്നെ അടിക്കും നമ്മളവിടെ. വീഡിയോ ഞാൻ കട്ട് പോലും ചെയ്യേണ്ട അവിടെ എത്തും. ഇനിയുണ്ടല്ലേ 1 2 3 4 എണ്ണം ഇനിയുണ്ട്. അത് 4 എണ്ണം നമുക്ക് അടുത്തിട്ടൊക്കെ കേട്ടാ. അവിടെ എത്തോ? ഇവിടെ വരെ എത്തില്ലേ? തിന്നോ ഹൈറ്റ് വേണം. അവിടെ വരെ എത്തണ്ടേ? അടുത്ത ഫ്രൂട്ടിന് പടവടയെന്നിട്ട് കയറും. അടുത്ത ഫ്രൂട്ടിന് എത്രയെന്ന് വെക്കില്ലല്ലോ. വീടിച്ചാവില്ലായിരിക്കും ഒരൊന്നും. ഷോപ്പ് റാസ്ബെറി 1.62. സിമ്പിളാണ്. 1.62 എന്നൊരു പ്രശ്നമുള്ളതല്ല. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ദിനം കൂടി വാങ്ങിക്കാം. പുതിയ എഗ്ഗ് ഹാച്ച് ചെയ്യാം. 10 മുട്ടയുടെ എഗ്ഗ്. ഇവിടെ കണക്കുണ്ട്. നമ്മളിവിടെ വരെ പോലും എത്തിയില്ല. 100 സ്റ്റഡ്സ് ഇവിടെ എത്താൻ. ഇവിടെ വരെ എത്തണമെങ്കിൽ 10-20 വീഡിയോ ഇടേണ്ടി വരും. ഗ്രൈൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. 1.62 ഒക്കെ ആയി. എന്നാലും കുറച്ച് കാശ് കയറട്ടെ. എൻ്റെ വേറെ വേൾഡൊക്കെ ഉണ്ട് കേട്ടാ. അയ്യോ ശരി ആയിക്കോട്ടെ. ഓടിയോട്ടെ. 8 വെച്ച് കയറും. 8 ഒരു മുട്ട കൂടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എത്തും നമ്മളവിടെ 10ൻ്റെ. പശുവാ? പശു എങ്കിൽ പശു. പിന്നെ സ്ട്രോബെറി തിന്നുന്നത്. 1.9ൻ്റെ 3 എണ്ണായി. 44 വെച്ച് കയറുന്നു. 10 എൻ്റെ ലക്ഷ്യം. എത്തുമായിരിക്കും. നമുക്കെന്നാ 20 പിടിച്ചാലോ? വേണ്ട അത്യാഗ്രഹമല്ല അത്. അത്യാഗ്രഹം എന്നല്ലേ. 10 ഇപ്പം എത്തും. നമുക്ക് 20 പിടിക്കാം. 3 എണ്ണം ബാക്കി വെക്കാം. ഈ 3 പടുകൂറ്റൻ സാധനങ്ങൾ. അതൊക്കെ സിമ്പിളാന്ന് തോന്നുന്നു. എത്ത് കമോൺ. അത്രയേ ഉള്ളൂ. ഏതാ കാല് വെട്ടി മുട്ടിയെന്ന് പറഞ്ഞത്. അടുത്തെൻ്റെ ലക്ഷ്യം 100 മുട്ടയുടെ എഗ്ഗ്. 100 മുട്ടയുടെ എഗ്ഗാ. 100 കപ്പിൻ്റെ എഗ്ഗ്. പാന്നിക്കൂട്ടിന് കിട്ടില്ല.
പെറ്റ് ബെസ്റ്റ് 2.1 ഷോ. അല്ല നമ്മളെ ടാർഗറ്റ് കഴിഞ്ഞ് 10 എത്തിച്ച് നമ്മളൊന്നല്ലോ അറിയുന്നുണ്ടാ? ആരറിയാനല്ലേ. ഷോ പുതിയ ഫുഡ് വാങ്ങിക്കണല്ലോ. അതുകൊണ്ട് 4K എങ്കിലും വേണ്ടി വരും പുതിയ ഫുഡ് വാങ്ങിക്കാൻ. കയറില്ലേ? നേരത്തെ കയറിയല്ല. കയറും. 2.38K ആണ് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് കിട്ടിയത് കേട്ടാ. നമുക്ക് 20 കപ്പിൻ്റെ എത്തിക്കാം ഒറ്റ മൈൻഡ്. എന്നിട്ട് പുതിയ ഫ്രൂട്ട് വാങ്ങിക്കണം. പുതിയ ഫ്രൂട്ട് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റണോ? ഇതിനും ഹാച്ചല്ലല്ല, ഒരുമിച്ചാക്കാൻ പറ്റുമോ? ഹാച്ചല്ല പാച്ച്. പശുവാണപ്പോൾ മെയിൻ. 6.72K. വരാടാ, കാശുണ്ടാക്കിയിട്ട് വരാടാ. സ്ട്രോബെറി തിന്ന് നടക്കും. എന്താ ഇരുത്താത്തെ? അടുത്ത ഫ്രൂട്ടിൽ നമ്മൾ അവിടെ എത്തും. 20 ഈസിയാണ്, ഈസി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ നിർത്തും. പിന്നെ നിങ്ങളുടെ കയ്യിലാണ് ഇതിൻ്റെ പാർട്ട് 2 വേണ്ടെന്നുള്ളത്. ഓക്കെ. ഒരു 50 ലൈക്ക് എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് 2 അങ്ങ് ഇറക്കാം. 50 ലൈക്ക്. 50 പോയിട്ട് 15 കിട്ടുമോ എന്തോ. തലയും കുത്തി വീണു. ഒരു മുട്ട വാങ്ങിട്ട് എന്തായാലും വന്നാലേ. മുട്ട വീണ്ടും പശു. 3 പശുവാ. ഞാൻ എന്തോ തൊഴുത്തും തുടങ്ങി. പൈനാപ്പിളെങ്കിൽ പൈനാപ്പിൾ. അടുത്തത് പാഷൻ ഫ്രൂട്ട് 15,000. ഞാൻ പോണ് ഓട. അയ്യോ 15,000 സിമ്പിളായിട്ട് കിട്ടുമല്ലോ. ഇപ്പൊ തന്നെ 1000 കിട്ടി. എന്തൊരു പോക്കേ പോണേ. ഇതെന്താ സാധനം? ഇത് കാലാണല്ലേ ഏതൊരുത്തന്റെ. അവ 20 പോയിക്കുന്ന. ഞാൻ 20 എത്തി. ഞാൻ പോലും വരാണ്ട് ഞാൻ 20 എത്തിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ നോക്കാലോ. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ അല്ലേ അതൊക്കെ. ഓക്കെ. എന്ത് യു ആർ ഗെറ്റിംഗ് ടയേർഡ്. അടഞ്ഞ്. കാശ് എത്ര കിട്ടി? VIP-ക്ക് 20,000 കൊടുക്കും. കാശ് കിട്ടില്ലല്ലോ. 4K കിട്ടിയുള്ളൂ നമുക്ക് കേട്ടാ. ഒരു 3 റൗണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത്. നോക്കിയല്ല നമുക്ക്. അപ്പോൾ 4 വീടിയൊന്നും വേണ്ടി വരില്ല. പക്ഷെ ഇതാണ് എനിക്കറിയാത്തത്. ഈ കാണുന്ന ഇത്തിരി ഹൈറ്റ് കയറുന്നതാണ് കേട്ടാ. ഈ ഒരു ലൈനെങ്കിലും പിടിക്കാൻ പറ്റുമോ? തോന്നില്ല. ഇവൻ ഇതാണെങ്കിൽ അപ്പം മൊത്തത്തിനെങ്കിൽ എത്ര ഹൈറ്റ് വെക്കേണ്ടി വരും? ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് കിട്ടി. ഇത് 5K കയറും കേട്ടത്. കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ സ്റ്റാമിന ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം AFK ഒക്കെ നിന്ന് കഴിഞ്ഞാൽ കയറും. മോശമല്ലേ പിന്നെ അതൊക്കെ. AFK ഗ്രൈൻഡ് ചെയ്യാൻ മാത്രമുള്ളതൊന്നുമില്ല. വീണ്ടും പശു. ഇതെന്താ ഇത്? ഈ ഡക്കിനതാ. ഡക്ക് മതി. വീണ്ടും പശുവിനെ തന്ന് ചതിച്ചിട്ടേണ്ടി. എടാ വേണ്ട. ഇതെന്താ ഫ്രീ ആണ്? 0 സ്പീൻ. സൂപ്പർ. 15,000 വേണല്ലോ. വീണ്ടും മുട്ട പൊട്ടിക്കാം. എന്തായാലും 20 കോയിനുണ്ട്. എന്തിനാ പെടുത്തിച്ചിട്ട് ഇതൊക്കെ? ഡക്കിനെ കിട്ടി. വീണ്ടും പശുവിൻ്റെ വേണ്ട. അയ്യോ നമുക്ക് അടുത്ത ഫ്രൂട്ട് വാങ്ങിയിട്ട് അങ്ങ് നിർത്താം. 15,000 വേണം അടുത്ത ഫ്രൂട്ട് വാങ്ങിക്കാൻ. ഞാൻ 10 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ 20 മിനിറ്റ് ആവുമല്ലോ. സീബ്ര പശു. ബെസ്റ്റ്. പശുവിനെ ഓവർടേക്ക് ചെയ്ത് പട്ടി കയറി ഫ്രണ്ടില്. അത് ഗോൾഡൻ പട്ടിയാവണം കേട്ടാ. എന്തോ പ്രത്യേകത ഉണ്ട്. അയ്യോ കഴിഞ്ഞ കേട്ടാ. അയ്യോ
മോഞ്ചി ചാറ്റലേ ചാറ്റലേ. അതിൻ്റെ അകത്ത് കയറാണ്ട് ഞാൻ ഇതടിച്ചല്ലോ. ആ 15,000 ഇപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 15,000 എത്തിക്കും. അടുത്ത ഫ്രൂട്ട് അങ്ങ് വാങ്ങിക്കും. എന്നിട്ടൊരു ടെസ്റ്റ് റൺ ചെയ്തിട്ട് നമ്മളങ്ങ് നിർത്തും. ഏത് നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കൊക്കെ അടിച്ച് വെക്കുക. അതിലൊക്കെ റോബ്ലോക്സ് അറിയാം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കാം. നിർബന്ധിക്കൂല കേട്ടോ. ഓ ഇനി പൊട്ടത്തര ആവർത്തിക്കരുത്. 5K കയറി പെറ്റിനെ പറ്റിയപ്പോൾ. നേരത്തെ 5K ലാസ്റ്റ് ആയിരുന്നു കയറിയിരുന്നത്. അപ്പോൾ 630 കോയിൻ എക്സ്ട്രാ കയറി. എവിടെ ഫ്രൂട്ട് എവിടെ? 15,000 അല്ലേ പറഞ്ഞത്? കൊടുത്തിട്ടുണ്ട് മോഞ്ചി. 15 36 വേണം. എന്താ തല ഇറങ്ങുന്നില്ല. എന്നെ വെട്ടിക്കോടാ ഞാൻ. ഇതെന്ത് വേറെ? ഇത് പോസ്റ്റ് അല്ലായിരുന്നാ? അതും ആളായിരുന്നു കേട്ടാ. എന്നാലും എനിക്ക് അവിടെ എത്തിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നടക്കൂല. നമുക്ക് വീഡിയോ ലെങ്ത് കൂടുന്നത് പ്രത്യേക ഇതുള്ളതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ എത്തിക്കും. ഒറ്റ മൈൻഡ്. ആ ഇതിൽ നമ്മൾ ഫ്രൂട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കയറായിരിക്കും കേട്ടാ. അടുത്തത് 100ന്റെ എഗ് മതി. വെറുതെ ആള് പറ്റിക്കപ്പെടില്ലെങ്കിൽ. 32 അതിന് കയറുന്നത്. ഞാൻ 50 കയറും. ഇതിപ്പോ ആ വെറുതെ അല്ല കേട്ടോ ഒരു റേറ്റ് ഇതേ. ഓ എനിക്ക് കാശ് പറഞ്ഞ എന്താ അറിയോ? ആ പോഷൻ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ, അല്ല നേരത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ എത്തിയത്. ഇപ്പൊ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് 220 ഉള്ളത് 440 കിട്ടിയാനെ. 5 പോയിന്റ് കഴിഞ്ഞു. ഓ ഭൂമിയൊന്നും കാണുന്നില്ലല്ലോ. ഇരട്ടയാവും മിക്കവാറും. 10K കയറും. 10K മോളിൽ കയറിയ ഓ കൊള്ളാലോ അത്. ആ 100 കണ്ട്. 100 അവിടെ എത്തിയിട്ടെടുത്ത. ആ കയറ് തിന്ന്. ഏതാ ഇത്രയേ ഉള്ളൂ. അപ്പം നിർത്തുവാണ് നമ്മൾ കേട്ടോ. നമ്മൾ 100 മുട്ടിച്ച് 10 എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ 100 എത്തിച്ച്. എന്താ ഇത് കണ്ടല്ലോ അവിടെ. 100 മുട്ട കൂടി അങ്ങ് വാങ്ങിക്കാം. ഹാച്ച് കൂടി തന്നെ തന്നോ. വീണ്ടും പശു. ഓ 6 പശു. ഓ അല്ല നല്ല പശു അത്. 19% ചാൻസ് ഉള്ള പശുവിനെ തന്ന്. നന്ദിയുണ്ടേ. കാലില്ലാണ്ട് നിർത്തുന്നത് മോശമല്ലേ. അയ്യോ അടുത്ത ഇതിൻ്റെ എത്രയായിരുന്നു? അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇവിടുന്ന് തുടങ്ങും. അല്ല തുടങ്ങണ്ടെന്നുള്ള നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സ്ട്രീം എന്നാണ് പറയുന്നത്. കുറേ കാലമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ടേ. അപ്പോൾ താങ്ക് യു. ഇഷ്ടമായി ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അത് പിടിക്കണ്ട. അപ്പോൾ ബൈ ടാറ്റാ.